ഹാഷിർ എന്ന് പറഞ്ഞ അറിയില്ല, പക്ഷെ പിള്ളേരെല്ലാം പ്രേമം പോലെ ഭയങ്കര ഹിറ്റ് മൂവിയായി. അണ്ണാ വാഴ സിനിമ എങ്ങനെയുണ്ട്? ഒരു സിനിമ ഹിറ്റാണെങ്കിൽ സൂപ്പർ സ്റ്റാറിന്റെ ആവശ്യമില്ല എന്ന് തെളിയിക്കുന്നതാണ് വാഴ. ഒന്നെങ്കിൽ മാസ് പടമാവണം, അല്ലെങ്കിൽ ജനങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി. പ്രേമം പോലെ ഭയങ്കര ഹിറ്റ് മൂവിയായി. കാരണം നമുക്ക് എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കൂളുകളിൽ 3 തരത്തിലുള്ള ആൾക്കാർ, പഴപ്പന്മാരുണ്ട്, പഠിപ്പിസ്റ്റുകളുണ്ട്, വീട്ടുകാർ പറഞ്ഞ പഠിക്കുന്നവരുണ്ട്. അതാണ് അവർ കാണിക്കുന്നത്. എന്നാൽ മെസ്സേജും ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ ശരിക്കും ചിരിക്കണ്ട. എന്നാൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ചിന്തിക്കണമുണ്ട്. കോമഡി ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, സീരിയസ് ഉണ്ട്. യൂത്തിനും ഫാമിലി 2 പേർക്ക് ഇഷ്ടപ്പെടും. ഫാമിലി ഇത് ടീനേജ് പിള്ളേർ അവർ ഭയങ്കര ഹിറ്റായി. പടം ഭയങ്കര ഹിറ്റായി. ട്രെൻഡ് സെറ്ററേ മാറും. ഹാഷിർ എങ്ങനെയുണ്ടായിരുന്നു അഭിനയം? ഹാഷിർ എന്ന് പറഞ്ഞ അറിയില്ല, പക്ഷെ പിള്ളേരെല്ലാം അന്നേരം അഭിനയിച്ചിട്ടുണ്ട്. അതിന് വലിയ സ്റ്റാർസ് ഒന്നും ഇല്ല. ഈ ഓൺലൈൻ ചാനലുകാരെയോ അല്ലെങ്കിൽ റിവ്യൂവേഴ്സിനെയോ ഒന്നും കുറ്റം പറയേണ്ട ആവശ്യമില്ല. പടം നന്നാണെങ്കിൽ ഓടിയിരിക്കും. ആരും കുറ്റം പറയേണ്ട ആവശ്യമില്ല. പടം നല്ലതാണെങ്കിൽ ഓടിയിരിക്കും. നല്ലൊരു മെസ്സേജുള്ള സിനിമയാണ് വാഴ. മെസ്സേജും ഉണ്ട്, എന്റർടൈൻമെന്റും ഉണ്ട്, രണ്ടും ഉണ്ട്. കോമഡി ആണ്. അത് ഫസ്റ്റ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിലേക്ക് നല്ല മെസ്സേജാണ്. ഇത് ഭയങ്കര ഹിറ്റായി. കാരണം ഫാമിലിക്ക് ഇഷ്ടപ്പെടും, യൂത്തിന് ഇഷ്ടപ്പെടും. ബോയ്സിന് മാത്രമാണോ? അല്ല, ഫാമിലിക്ക് ഇഷ്ടപ്പെടും. ഫാമിലിക്ക് യൂത്ത് 2 പേർക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഭയങ്കര ഹിറ്റായി.